2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൗദി അറേബ്യയിലെത്തി. കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അടക്കമുള്ള ഉദ്യോഗസ്ഥർ മോദിക്കൊപ്പമുണ്ട്. മക്ക ഡെപ്യൂട്ടി ഗവർണറും മന്ത്രിമാരും ചേർന്നാണ് ജിദ്ദയിലെത്തിയ അദ്ദേഹത്തെ സ്വീകരിച്ചത്. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാന്റെ ക്ഷണമനുസരിച്ചാണ് പ്രധാനമന്ത്രി സൗദിയിലെത്തിയത്. ഊഷ്മളമായ വരവേൽപ്പാണ് മോദിക്ക് ലഭിച്ചത്. രാജ്യത്തിന്റെ വ്യോമാതിർത്തിയിൽ പ്രവേശിച്ച പ്രധാനമന്ത്രി മോദി സഞ്ചരിച്ച വിമാനത്തിന് അകമ്പടിയായി സൗദിയുടെ യുദ്ധവിമാനങ്ങളും ഉണ്ടായിരുന്നു. സൗദി വ്യോമസേനയുടെ F-15 ജെറ്റുകളാണ് പ്രധാനമന്ത്രിയുടെ വിമാനത്തെ അനുഗമിച്ചത്. ഈ സന്ദർശനം ഇന്ത്യയും സൗദി അറേബ്യയും തമ്മിലുള്ള സൗഹൃദം ശക്തിപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ സുരക്ഷാ സഹകരണം ആഴത്തിലുള്ള പരസ്പര വിശ്വാസത്തിന്റെ പ്രതിഫലനമാണെന്നും മോദി പറഞ്ഞു. ജിദ്ദയിലെത്തുന്നതിന് മുമ്പ് അറബ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ സൗദി അറേബ്യ ഇന്ത്യയുടെ ഏറ്റവും മൂല്യവത്തായ പങ്കാളികളിൽ ഒന്നാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. സൗദിയിലെത്തിയ മോദി ഇന്ന് ഇന്ത്യൻ സമൂഹവുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഇതിനുശേഷം മുഹമ്മദ് ബിൻ സൽമാനുമായി കൂടിക്കാഴ്ചയും ചർച്ചയും ഉണ്ടാകും. പ്രതിരോധം, വാണിജ്യ വ്യവസായം, പുനരുപയോഗ ഊർജം, ആരോഗ്യം, കായികം തുടങ്ങിയ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ കരാറുകളും ധാരണാപത്രങ്ങളും ഒപ്പുവച്ചേക്കും. ന്യൂസ് ഡെസ്ക് വക്കം മീഡിയ.